ഹലോ, ഞാനപ്പോൾ ഇന്ന് വന്നേക്കുന്നത് പെട്ടി. ഇതെൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ അമ്മയച്ഛനൊക്കെ കൊടുത്തിട്ടേക്കുന്ന ഒരു പെട്ടിയാണ്. ഇതിനുള്ളിൽ കുറേ സാധനങ്ങൾ ഞാൻ പറഞ്ഞതുണ്ട്, അല്ലാത്തത് എന്തൊക്കെയോ അവർ അയച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്താണെന്നുള്ളത് ഇന്ന് പെട്ടി പൊട്ടിക്കുന്നത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. പെട്ടി വന്നിട്ട് ഇപ്പോൾ ഒരു 3 ദിവസത്തോളമായി. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ പുതിയ വീട്ടിലേക്ക് മാറിയിരിക്കുകയാണ്. ഇതിവിടെ വന്നിട്ട് എൻ്റെ 6ാമത്തെ വീടും കണ്ട മാറുന്നത്, 7ാമത്തെ വീടും കണ്ട മാറുന്നത്. അപ്പോൾ അതിൻ്റെ തിരക്കൊക്കെ ആയിട്ട് തുറന്നിട്ടുണ്ടായിരുന്നു. ഒരു 3 ദിവസമായിട്ട് ഞാൻ ഭയങ്കര എന്താ പറയുക ക്ഷമിച്ചിരിക്കുകയായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് പെട്ടി പൊട്ടിക്കുമ്പോൾ അത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ പൊട്ടിക്കാം. ഇവരുടെ പാക്കിങ് ഒരു രക്ഷ ഉണ്ടായില്ല കേട്ടോ, അടിപൊളിയായിരുന്നു. എല്ലാ സാധനങ്ങളും ഇൻടാക്റ്റ് ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ പെട്ടി തുറന്നപ്പോൾ. പിന്നെ തുറക്കാൻ കുറച്ച് പാടുപെട്ടു. ഇതൊക്കെ പാത്രങ്ങൾ ഞാൻ കുറച്ച് ഓൾറെഡി മേടിച്ച് നാട്ടിലിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങൾ, അത് കരിപ്പാവാട അങ്ങനത്തെ സാധനങ്ങൾ. ബാക്കി അടുത്ത പാത്രം ബൂസ്റ്റ്, പിന്നെ ഇതെൻ്റെ പാട്ട് സാരി ഡാൻസിനുള്ളത്, ഒരു ലോഡ് ഡ്രസ്സുകൾ. ഇതൊക്കെ നാട്ടിൽ ഞാൻ യൂസ് ചെയ്തിരുന്ന ഡ്രസ്സുകൾ. അത് എന്തായാലും റീൽസും വീഡിയോസൊക്കെ എടുക്കുന്നത് കൊണ്ട് ഇവിടെ വരുത്തിക്കും. പിന്നെ ഇതും ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചൊരു ഡ്രസ്സാണ്. ഇതിന് ഹോളിഡേ ഞാൻ വരച്ചു കേട്ടോ. കുറച്ച് സാധനങ്ങൾ ഇതേ പറഞ്ഞ പോലെ ഓൺലൈനിൽ ഞാൻ മേടിച്ചതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് ഞാൻ വേറെ സെപ്പറേറ്റ് കാണിച്ചു തരാം. ഇത് ഞാൻ ഡാൻസ് ക്ലാസ്സിക്ക് മേടിച്ചൊരു ചെറിയൊരു പ്ലേറ്റ് പോലെ. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ വയ്ക്കാനായിട്ട് നടരാജൻ്റെ വിഗ്രഹവും ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഞാനപ്പോൾ കാണിക്കൊക്കെ വേഗം കാണിച്ചു തരാം. ഇത് പാത്രം, ദോശ ഉണ്ടാക്കാനുള്ള പാത്രം. ഇത് കാര്യമില്ല, നന്നായി പാക്ക് ചെയ്തിട്ടുണ്ട്. നല്ല രസമായിട്ട് ഇത് സംഭവം നല്ല വൃത്തിക്ക് പാക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് അറിയില്ല, എനിക്ക് തോന്നുന്നത് എന്താ പറയുക പാക്കേജിൻ്റെ അവർ തന്നെ ചെയ്തേക്കുന്നതാണ് തോന്നുന്നത്. എനിക്ക് അയച്ചത് റീഗൽ ജോൺസൺ എന്നൊരു കൂട്ടുകാരായിട്ടാണ് ഞാൻ ചെയ്തത്. ആദ്യം മെൻഷൻ ചെയ്യട്ടെ. അവരുടെ അടുത്ത് ഞാൻ ഈ കഴിഞ്ഞ ട്യൂസ്ഡേ ആണ് അയച്ചേക്കുന്നത്. ട്യൂസ്ഡേ മൺഡേ ഈവനിങ് ആണ് അയച്ചേക്കുന്നത്. എനിക്കത് സാറ്റർഡേ എത്തി. പെട്ടെന്ന് സാധനം എനിക്ക് എത്തിയായിരുന്നു കേട്ടോ. പിന്നെ നല്ല അടിപൊളി പാക്കിങ്, നല്ല സൂപ്പറായിട്ട് ഒരു പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ കാർഗോ ഫോസിന്റെ വീഡിയോ ചെയ്തിട്ട് എന്താണ് ഞാൻ റീഗൽ ജോൺസൺ. കാരണം കാർഗോ ഫോസ് എനിക്ക് കുറച്ച് അർജന്റായിട്ട് സാധനങ്ങൾ കിട്ടാണ്ടായിരുന്നു. അവർക്ക് അതൊരു കുറച്ച് ദിവസത്തേക്ക് ഒന്ന് ഡിലേ വരുന്നു പറഞ്ഞു. കാരണം എനിക്ക് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഞാൻ അതിന് വേണ്ടിയിട്ട് എത്തിച്ചൊരു ഡ്രസ്സാണ്. അപ്പോൾ അതുകൊണ്ടാണ് വരെ ഞാൻ വേഗം ഏൽപ്പിച്ചത്. ആ ചോദ്യം വരുന്നു എനിക്ക് അറിയാം, ഞാൻ നേരത്തെ കൂട്ടി പറഞ്ഞത് കേട്ടോ. ഇത് കുടംപൊടി, ഇതെന്താ പറയില്ല. ഇതാണ് ഞാൻ പറഞ്ഞ നെക്സ്റ്റ് ഡ്രസ്സ്. ഞാൻ പറഞ്ഞ ആമസോണിൽ നിന്ന് മേടിച്ചു എന്ന് പറഞ്ഞ നെക്സ്റ്റ് ഡ്രസ്സ്. ഇത് ഈ ഒരു സെറ്റുമുണ്ട് എനിക്ക് ശ്രീനന്ദനം എന്ന് പറഞ്ഞൊരു ടീമിൻ്റെ നിന്ന് കിട്ടിയതാട്ടോ. ഈ സെറ്റുമുണ്ട് നല്ല അവരെനിക്ക് പാവങ്ങൾ അയച്ചു തന്നത് ഏപ്രിൽ അയച്ചു തന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. പക്ഷേ എനിക്ക് സാധനം കിട്ടിയപ്പോഴത്തേക്കും കുറച്ച് ഒരു 4-5 മാസങ്ങൾ വൈകി പോയെന്നുള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്താലും അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ ആയിട്ട് ആഗ്രഹിച്ചത് കൂടിയേക്കര സെറ്റുമുണ്ട് ഓണത്തിന് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ അല്ലാതെ ചില കുറച്ച് എല്ലാം കാണിക്കുന്നത് നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. അപ്പോൾ എന്തായാലും ഇപ്പോൾ നിങ്ങൾക്കും ഇതേ പറഞ്ഞ നാട്ടിൽ നിന്നൊക്കെ സാധനങ്ങൾ അയക്കണമെങ്കിൽ റീഗൽ ജോൺസൺകാരുടെ ഒരു നല്ലൊരു ഓപ്ഷൻ ആട്ടോ. സാധനം വേഗം വരും, സേഫ് ആയിട്ട് അവർ പാക്ക് ചെയ്തിട്ട് സംഭവം വേഗം അയക്കുന്നത്. പ്രൊമോഷൻ ആയിട്ടൊന്നും ഞാൻ ചെയ്യുന്നതല്ല കേട്ടോ. ഇതാണ് ഞാൻ ഏറ്റവും അധികം വേണമെന്ന് ആഗ്രഹിച്ച സാധനമാണ് ലഡ്ഡു ജിലേബി. ഞങ്ങളുടെ നാട്ടിലൊരു സ്ഥലത്ത് അവർ നല്ല അടിപൊളിയായിട്ട് സാധനം ഉണ്ടാക്കും ലഡ്ഡു. പക്ഷേ അത് ജിലേബി കുറച്ചൊന്ന് സീനായിട്ടുണ്ട്, ഒന്ന് പുറത്തേക്കൊക്കെ പോന്നിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇതൊക്കെ ഒന്ന് കഴിച്ചു നോക്കട്ടെ. കാരണം അവിടെ നാട്ടിലെ ഏറ്റവും ഫേമസ് ആയിട്ടൊരു കുട്ടി അവരുടെ ഇതിൽ ഉണ്ടാക്കി ലഡ്ഡു തരും. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് കഴിച്ചു നോക്കട്ടെ. കയ്യിലാകാലമ്പായി. പിന്നെ അതെ ഓണം സ്പെഷ്യൽ ശർക്കര വരട്ടിയത്, പിന്നെ കുറച്ച് തവികൾ, പിന്നെ ഇതെന്താണോ അത് നാളികേരം അല്ല പുളി, പിന്നെ കായവറുത്തതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് വേറെ മിക്കവാറും കൂടുതൽ ഞാൻ ഡ്രസ്സാണ് കേട്ടോ. അതൊക്കെ ഡ്രസ്സുകളാണ് ഞാൻ കൂടുതലായിട്ട് വെച്ചത്. ഞാൻ നാട്ടിൽ യൂസ് ചെയ്തിരുന്ന കുറച്ച് ഡ്രസ്സുകൾ, സാരികൾ അതൊക്കെ വെച്ചത്. കാരണം അത് അവിടെ വെച്ചിരുന്നിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നല്ല. ഞാനിത് റീഗൽ ജോൺസുകാരുടെ തന്നെ ത്രൂ ആണ് മേടിച്ചേക്കുന്നത്. സാധനം നമുക്ക് നല്ല സേഫ് ആയിട്ട് വേഗം തന്നെ എത്തുന്നുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങളുടെ അറിയിക്കാമെന്ന് വിചാരിച്ചു. അത് ലാസ്റ്റ് ഞാൻ എന്തൊക്കെ കൊണ്ടുവരുന്നു എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വീഡിയോ ഇങ്ങനെ മൊത്തത്തിൽ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവര് ഇത് കൊണ്ടുവരാൻ സമ്മതിക്കില്ല കേട്ടോ. നമുക്ക് മറ്റേ ലിപ്സ്റ്റിക് ഐറ്റംസ് അതൊന്നും അലോഡല്ലാന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ലിപ് ബാം വരെ ലിപ്പുണ്ട്, അതിപ്പോൾ തിരിച്ചയക്കുന്നവർ പറഞ്ഞു. പിന്നെ ഇത് പറഞ്ഞ പോലെ തന്നെ ഞാനൊരു കൂട്ടരെടുത്ത് സമ്മാനപ്പൊതി എന്ന് പറഞ്ഞിട്ടൊരു ടീമുകാർ അവരെനിക്ക് ചെയ്തു തന്നൊരു മാലയുടെ ഒക്കെ ഒരു സംഭവമാണ്. അത് ഞാനൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. മഞ്ചാടിയും ബ്ലാക്ക് ഇതൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്ന സെറ്റ് മുണ്ടിന് മാച്ചായിട്ട് ഉള്ളൊരു ഇതാണ് സംഭവം. നല്ല സിമ്പിൾ ആയിട്ടുള്ള മറ്റേ ഇൻവിസിബിൾ ചെയിൻ പോലെ ആയിട്ട് ഞാൻ ചെയ്യിപ്പിച്ചതാ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഞാൻ ഇതിട്ടിട്ട് ഉള്ളൊരു വീഡിയോ ഞാൻ എന്തായാലും വേറെ ഞാൻ കാണിക്കാം. ഇതൊക്കെ എൻ്റെ നാട്ടിലെ കുറച്ച് കമ്മൽ, മാല, മാതിരി കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ ഇതൊക്കെ നമുക്ക് നാട്ടിലെ ഇവിടെ വല്ല സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാനുള്ള കണ്ടെയ്നറാണ്. ഇതിൻ്റെ അകത്തൊക്കെ അവർ ഓരോന്നും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തിക്ക് അവർ പൊതിഞ്ഞിട്ടുണ്ട്. നല്ല ക്ലീനായിട്ടാണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ സംഭവം നിങ്ങൾ കുറച്ച് പേർക്ക് ഞാൻ ഫുള്ളായിട്ട് തുറന്നിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. രുദ്രകാന്തി എന്ന് പറഞ്ഞൊരു എണ്ണ, അത് നമ്മുടെ മാലാ പാർവതി മാം ഫേമസ് ആക്കിയൊരു എണ്ണ. അത് നമ്മുടെ നാട്ടിലാണ് ഈ എണ്ണ കിട്ടുന്നത്. ഇതും ഞാൻ വരുത്തിച്ചിട്ടുണ്ട്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നത് അഭിപ്രായം എങ്ങനെ ഉണ്ടെന്നുള്ളത്. എന്താ നമ്മുടെ ഫേസിന്റെ മറ്റേ ഫേസ് ഗ്ലോ ഓയിൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഫേസിന് മൊത്തത്തിൽ നല്ലത്. അവിടെ അമ്മ യൂസ് ചെയ്തിട്ട് അമ്മയ്ക്ക് കുഴപ്പം. കാരണം അമ്മയ്ക്ക് ഇവിടെ ഒരു കറുത്ത പാടുണ്ട്. അപ്പോൾ അതിന് കുറച്ച് കുറവ് വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വിളിക്കുമ്പോൾ ഒക്കെ കാണുമ്പോൾ. ഇത് ഞാനും മേടിച്ചിട്ടുണ്ട്. നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഇത് കുറച്ച് ഡാൻസ് ഐറ്റംസ്, മറ്റേ ചരടുകളും ഈർക്കിലി സൈഡും സംഭവങ്ങളൊക്കെ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു സത്യം പറഞ്ഞാൽ ഇവിടെ ഇങ്ങനത്തെ ഒരു സ്റ്റോർ തുടങ്ങിയ അത്യാവശ്യം ചിലവുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതൊക്കെ നാട്ടിൽ നിന്ന് എത്തിക്കാൻ വെച്ചാൽ കുറച്ചൊരു കഷ്ടമാണ്. ഇത് പിന്നെ അതേ ഹെയർ എക്സ്റ്റൻഷൻ, അത് എൻ്റെ സ്ഥിരം എനിക്ക് മേക്കപ്പ് ചെയ്തിരുന്ന ഷബ്ന എന്ന ചേച്ചിയെടുത്ത് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്നത്. കാരണം ഇവിടെ കുറച്ച് ഷൂട്ട്സ് ഒക്കെ വരുമ്പോൾ വെക്കാമെന്നുള്ള രീതിയിൽ ഞാൻ വർത്തിച്ചതാണ്. 5 പോരാ 5 വർഷത്തോളമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ ഗുഡ് വൈബ്സിൻ്റെ ബ്രൈറ്റനിങ് ടോണർ.
റൈസ് ഗ്രീനോ അല്ല, എനിക്കത് റൈസ് ഗ്രീനിൻ്റെ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനം. അപ്പോൾ അതെ അതും വരുത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ എത്ര നാൾ നിൽക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ട്രൈ ചെയ്യാൻ വെച്ചിട്ട് വിഷ്കെയറിൻ്റെ മറ്റേ റോസ്മേരിയുടെ അതും മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ നേരത്തെ കാണിച്ചില്ല, ഒരു തളിക പോലെ കാണിച്ചില്ല ഡാൻസ് ക്ലാസ്സിലേക്കുള്ളത്. അതുപോലെ തന്നെ അതിലേക്ക് മേടിച്ചൊരു വിളക്കാട്ടോ ഇത്. പിന്നെ നടരാജന്റെ വിഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ ആ വിഗ്രഹമാണ് ഇപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ വിഗ്രഹം അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടായില്ല കേട്ടോ. അത് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് അവർ അയക്കുക ചെയ്തത്. എന്തോ കസ്റ്റംസിൻ്റെ എന്തോ ഇഷ്യൂ കാരണം അവരത് പിടിച്ചു വെച്ചിട്ട് എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു 3 days കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്കതിൻ്റെ അഡ്രസ്സിലേക്ക് അയച്ചു തരാം കേട്ടോ ചെയ്തത്. പിന്നെ ഇത് രണ്ടും എനിക്ക് ഒരു സ്പെഷ്യലായിട്ട് കിട്ടിയ ഓണപ്പുടവയാണ്. ഇത് എൻ്റെ ടു ബി ഹസ്ബൻഡ് വിനെ എടുത്തു തന്ന ഒരു സെറ്റ് മുണ്ടാണത്. ഈ സെറ്റ് മുണ്ട് പക്ഷേ ഇതിന് മാച്ചിന് ബ്ലൗസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അമ്മ ഏതോ പാവം ബ്ലൗസ് ഏതെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് കറക്റ്റാണ്. ഞാൻ ഉദ്ദേശിച്ചിരുന്ന ബ്ലൗസ് തന്നെ ആയിട്ട് അമ്മ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ ഓണത്തിന് ഇടണം. പിന്നെ സാരി എടുക്കാൻ നല്ല സ്കില്ലായതുകൊണ്ട് എനിക്കറിയില്ല. ചിലപ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും എപ്പോഴെങ്കിലും വല്ല ഷൂട്ടിൽ എന്തായാലും ഞാനത് ഇടും. ഇനി ഇതെൻ്റെ ടു ബി മദറിൻലോ അമ്മ എടുത്തുന്ന വേറെ സാരി. ഇതിന് മാച്ചിനും ഒരു ബ്ലൗസ് കിട്ടിയിട്ടുണ്ട്. അതും എൻ്റെ അമ്മ എടുത്തു വെച്ചതാണ് പാവം. അപ്പോൾ ഇത് രണ്ടും ഇതാണ് എനിക്ക് ഓണത്തിന് കിട്ടിയ പുതിയ ഡ്രസ്സുകൾ. പിന്നെ എന്താണ് ഞാൻ എനിക്ക് തന്നെ സ്വന്തമായിട്ട് പുടവയായിട്ട് മേടിച്ചതാണ്, ഓണപ്പുടവയായിട്ട് മേടിച്ചതാണ് 2 ചുരിദാറുകൾ. അപ്പോൾ അതേ കഴിഞ്ഞ് ഏറെ കുറേ എല്ലാം തീർന്നു. കുറേ എൻ്റെ ഡ്രസ്സുകൾ തന്നെയാണ് ഞാൻ മെയിനായിട്ട് വരുത്തിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചെന്ന സെറ്റ് മുടിനുള്ള ബ്ലൗസ്, ഇത് എനിക്ക് എൻ്റെ അളവൊന്നും കാര്യമായിട്ട് അറിയാണ്ട് എൻ്റെ ഉള്ള ബ്ലൗസ് വെച്ചിട്ട് തുന്നി തന്ന അതിലേക്ക് നന്ദി. പിന്നെ എനിക്ക് അത്യാവശ്യം കുഴപ്പമുണ്ടാവില്ലായിരിക്കും. അപ്പോൾ ഇത്രയാണ്. പിന്നെ എനിക്ക് ഓവറോൾ ഒരു വീഡിയോ ഞാൻ വേറെ കാണിച്ചു തരാം. എന്തൊക്കെ ഇരിക്കണേന്നുള്ളത് ഞാൻ കാണിച്ചിട്ട് ഒരു വീഡിയോ കൂടി നമുക്ക് കാണിച്ചു തരാം.